السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي يسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ വന്നിരുന്ന പലരും രോഗികളാണ്. അല്ലാഹു അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടുപോയി. അവരുടെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചു കഴിയുന്ന ഈ പള്ളിക്ക് ചുറ്റുമറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, പല പള്ളിക്കാടുകളിലായി അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് പറയുന്നത്, ഇന്ന് റജബ് 27-ാം രാവാണ്, അഥവാ മിഅ്റാജ് രാവ് എന്ന രീതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ദിനം. ഇന്നത്തെ പ്രത്യേകത നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ അത്ഭുതകരമായ ഒരു യാത്ര, അതാണ് ഇന്നത്തെ രാത്രിയിലുള്ള പ്രത്യേകത. ഒരു കാലത്തും ഒരാൾക്കും പോവാൻ കഴിയാത്ത, നബി തങ്ങളുടെ മുമ്പോ ശേഷമോ ഒരാൾക്കും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു യാത്ര അല്ലാഹു തആല നബി തങ്ങളെ കൊണ്ടുപോയി. അത് കൊണ്ടുപോകാനുള്ള പശ്ചാത്തലങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇന്ന് ജുമുഅക്ക് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി. എന്നാലും സഹോദരിമാർക്ക് വേണ്ടി ലഘുവായിട്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല മക്കയിൽ നിന്ന് ഇന്നത്തെ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ടുപോയി. അതിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ദിവസങ്ങളോളം യാത്ര ചെയ്താൽ എത്തുന്ന ഒരു സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. അവിടേക്ക് ഒരു രാത്രി കൊണ്ടുപോയി. അവിടുന്ന് അങ്ങോട്ട് അള്ളാഹു നിശ്ചയിച്ച 7 ആകാശങ്ങളിലേക്ക് അള്ളാഹു തആല നബി തങ്ങളെ കൊണ്ടുപോയി. ഈ യാത്രക്കാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര ഇസ്രാ, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്കുള്ള യാത്ര, അത് മിഅ്റാജ്. ഇതാണ് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര അള്ളാഹു വെച്ചത്? നബിതങ്ങൾ ദീനീ പ്രബോധനം ചെയ്യുമ്പോൾ നബിതങ്ങളെ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് കാത്തത്, സംരക്ഷിച്ചിരുന്നത് അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബും അവിടുത്തെ പ്രിയ പത്നിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുമായിരുന്നു. ഇവർ രണ്ടുപേരും നുബൂവത്തിന്റെ 10-ാം വർഷം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ആദ്യം ഖദീജ റളിയല്ലാഹു തആല അൻഹയും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂ ത്വാലിബും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി.
നബിതങ്ങളെ സംരക്ഷിക്കാൻ ഇനി ആരും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ ഖുറൈശികൾ നബിതങ്ങളെ കൂടുതൽ ഉപദ്രവിക്കാൻ തുടങ്ങി. നബിതങ്ങൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലക്ക് ത്വായിഫിലേക്ക് പോയി അവിടെയുള്ള ആളുകളെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വഴിയിലേക്ക് ക്ഷണിക്കാൻ ചെന്നു. അവിടെയും നബിതങ്ങൾക്ക് മോശം അനുഭവമാണ് ഉണ്ടായത്. അവിടെയുള്ള കുട്ടികളെ കൊണ്ടും ഭ്രാന്തന്മാരെ കൊണ്ടൊക്കെ മുതിർന്നവർ നബിയെ കല്ലെറിയിപ്പിക്കുകയും കല്ലേറുകൊണ്ട് നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വരികയും നബിതങ്ങൾ തളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. വളരെ വിഷമിച്ചുകൊണ്ട് ത്വായിഫിൽ നിന്നും മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ എല്ലാ നിലക്കുമുള്ള ഒരു തകർച്ച, ഒരു വിഷമം നബിതങ്ങളെ പിടികൂടിയപ്പോൾ അല്ലാഹു തആല നബിതങ്ങളെ ഒരു ടൂർ കൊണ്ടുപോവുകയാണ്. നമുക്കൊക്കെ ഉണ്ടല്ലോ, കുടുംബത്തിലൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവുക, ഒരു സിയാറത്ത് പോവുക, അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോവുക. അതൊന്നും തെറ്റൊന്നുമല്ല. കറങ്ങാൻ പോകുന്നതും യാത്ര പോകുന്നതും സ്ഥലങ്ങൾ കാണാൻ പോകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഓരോ സുന്ദരമായ കാഴ്ചകളും മലനിരകളും അതേപോലെ പാറക്കൂട്ടങ്ങളും സമുദ്രങ്ങളും പുഴകളും അരുവികളും ഒക്കെ കണ്ട് ഇതൊന്നും അല്ലാഹു തആല വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട് എന്ന ഖുർആനിന്റെ വചനം നമ്മൾ ഓർക്കുക. അല്ലാഹുവിന്റെ ഓരോ അത്ഭുത നിർമ്മിതികൾ കാണുമ്പോൾ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് ഇതെന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ഒക്കെ കാഴ്ചപ്പാടിൽ ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സീറൂ ഫിൽ അർളി, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, നിങ്ങൾ ക്ഷമാശീലരാകും, നിങ്ങൾക്ക് ക്ഷമയുണ്ടാകും, മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാകും, മറ്റുള്ള ജീവജാലങ്ങളോട് ജീവികളോട് മനുഷ്യരോട് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരു സ്നേഹമുണ്ടാകും. യാത്ര കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ വഴിയരികിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന, ഒന്നും വേണ്ട ഒരു വണ്ടി പഞ്ചറായി നിൽക്കുന്നത് കണ്ടാൽ എപ്പോഴും യാത്ര പോകാത്ത ആളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകും. എന്നാൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സഹായിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാകും, സ്വബറുണ്ടാവും, ക്ഷമയുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള യാത്രകൾ നല്ലതാണ്, അത് തെറ്റൊന്നുമല്ല. ഞാനും യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഞാനും ഒരുപാട് യാത്ര പോകുന്ന ആളാണ്. അല്ലാഹു തആല നമ്മുടെ യാത്രകളെയൊക്കെ കബൂലാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം വിഷമങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു ആത്മീയമായിട്ടുള്ള ഒരു പ്രയാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുന്നു ആ യാത്രയെ കുറിച്ച്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറകനാ ഹൗല. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സുബ്ഹാൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്. അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, ആ അല്ലാഹു അവന്റെ ദാസനെ, അവന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആ പ്രയാണം നടത്തി. അവൻ എത്ര പരിശുദ്ധൻ. എങ്ങോട്ട്? ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് ആ പ്രയാണം നടത്തി. അല്ലദീ, എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സയാണ്. ബാറക്നാ ഹൗല, ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അവിടെ ഒരുപാട് അമ്പിയാക്കളുടെ ഖബറുകളുണ്ട്. അവിടെ നല്ല ഭൂപ്രദേശമാണ്, അരുവികളും സുന്ദരമായ ഫലപുഷ്ടിതമായ എല്ലാം ഭൂമിയിൽ മുളപ്പിക്കുന്ന കൃഷിയോഗ്യമായ ഒരു പ്രദേശമായി അല്ലാഹു തആല അവിടെ വെച്ചിരിക്കുന്നു. അതാണ് ബാറക്നാ ഹൗല, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്തിനാണ് കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നബിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്.
ഒരാളും കാണാത്ത, ഒരാളും കേൾക്കാത്ത, ഒരാളും ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വാനലോകത്തുള്ള അനുഭൂതികൾ നബി തങ്ങളെ കണ്ട് ആസ്വദിപ്പിക്കാൻ അല്ലാഹു തആല നബി തങ്ങളെ കൊണ്ടുപോയ രാത്രിയാണ് മിഅ്റാജിന്റെ രാത്രി എന്ന് പറയുന്നത്. ആയത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഹദീസുകൾ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിലേക്ക് പോയാൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സുദീർഘമായ ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നത്തെ രാത്രി അഥവാ റജബ് 26, ഇന്നത്തെ ഇതേ രാത്രി തന്നെയാണ് നമ്മുടെ ക്ലാസ് മൊത്ത് വന്നിട്ടുള്ളത്. ഇതേ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ബുറാഖ് എന്ന് പറയുന്ന വാഹനം, അതിനെക്കുറിച്ച് ഹദീസുകളിൽ കാണുന്നത്, അത് കുതിരയേക്കാൾ ചെറുതാണ്, കഴുതയേക്കാൾ കുറച്ച് വലുതുമാണ്. കഴുതയേക്കാൾ വലുത്, കുതിരയേക്കാൾ ചെറുത്. നല്ല അതിശീഘ്രം, നല്ല വേഗതയുള്ള ഒരു മൃഗമാണ്, ഒരു വാഹനമാണ്. അന്നത്തെ വാഹനം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ്, അതുകൊണ്ടാണ് മൃഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് വാഹനങ്ങള്, ജെറ്റ്, വിമാനങ്ങളൊക്കെയാണ്. വളരെ വേഗത്തിൽ, വായുവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വാഹനം, പക്ഷെ അത് ജീവനുള്ളതായിരുന്നു എന്നതാണ് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂചിപ്പിക്കുന്നത്. ആ വാഹനം വന്നു, അതിന്റെ പേര് ബുറാഖ് എന്നാണ്. എന്നാൽ ചില വീടുകളിലൊക്കെ കാണാം ഒരു കുതിര പോലെയുള്ള വെളുത്ത ഒരു ജീവി, അതിന് 2 ചിറകൊക്കെ കൊടുത്ത് ബുറാഖാണെന്നും പറഞ്ഞൊരു പ്രത്യേക ചിത്രമൊക്കെ വെച്ച് ചില വീടുകളിൽ കാണാം. അത് പാടില്ല, അങ്ങനെയല്ല. ബുറാഖിന്റെ ചിത്രമൊന്നുമില്ല. അത് പിന്നെ ഏതോ ഒരു ചിത്രം വരയ്ക്കുന്ന ആളുടെ മനസ്സിലുള്ള ആ ഒരു ഇമാജിൻ ചെയ്തതാണ്. അത് നമ്മുടെ പരസ്യമായിട്ട് പൂർണ്ണ ജീവിത ആകൃതിയിലുള്ള ഒരു ഫോട്ടോ പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. റഹ്മത്തിന്റെ മലക്കുകൾ ആ വീടിനെ തൊട്ട് അകന്നു നിൽക്കും എന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജീവികളുടെ ഫോട്ടോ ബർക്കത്തിനൊന്നും ഉദ്ദേശിച്ച് വീടുകളിലൊന്നും ഉമ്മമാരൊന്നും പ്രത്യേകം വെക്കരുത് എന്ന് പ്രത്യേകം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബുറാഖ് എന്ന് പറയുന്ന വാഹനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി. കൂടെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഉണ്ട്. 2 പേരും കൂടെയാണ് യാത്ര. അങ്ങനെ അവർ യാത്ര പോയി ഇന്നത്തെ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. മസ്ജിദുൽ അഖ്സ അന്നത്തെ കാലഘട്ടങ്ങളിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലമാണ്. നിമിഷ നേരം കൊണ്ട് അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴോ അതല്ലേ അത്ഭുതം, ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽക്ക് തുടങ്ങി മുൻകാല മുർസലുകളെല്ലാം ആ പള്ളിയിൽ സമ്മേളിച്ചിരിക്കുകയാണ് നബി തങ്ങളെ വരവേൽക്കാൻ. പല നാടുകളിലായി, പല സ്ഥലങ്ങളിലായി മറവിട്ട് കിടക്കുന്ന ഒരുപാട് അമ്പിയാക്കൾ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാർ മസ്ജിദുൽ അഖ്സയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവരെല്ലാം നബി തങ്ങളെ സ്വാഗതം ചെയ്തു. നബി തങ്ങൾ വന്നു. അവർക്ക് ഇമാമായി കൊണ്ട് നബി തങ്ങൾ നിസ്കരിക്കുകയാണ്. അവർക്ക് ഇമാമായി നബി തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു. അവരോടൊക്കെ കുശലാന്വേഷണങ്ങൾ നടത്തി. അത് കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അവിടെ നിന്ന് യാത്ര പോവുകയാണ്. പോകുന്ന വഴിക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബറുണ്ട് ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിൽ. അവിടെ മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിയാറത്ത് ചെയ്തതായി ചരിത്രങ്ങളിൽ, ഹദീസുകളിൽ കാണാം. സിയാറത്ത് കഴിഞ്ഞു. നമ്മൾ വിശിഷ്ടമായ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ മഹാന്മാരെ പോയി സിയാറത്ത് ചെയ്യാറില്ലേ? അതൊരു നല്ല സ്വാലിഹീങ്ങളുടെ ഒരു ലക്ഷണമാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുക. ആ സിയാറത്ത് കഴിഞ്ഞ് വീണ്ടും അവർ പുറപ്പെടുകയാണ്. ഇന്നിപ്പോ ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞുള്ള ചില യാത്രകൾ കാണാം. ടൂർ പോകും, ടൂറല്ല, സിയാറത്ത്. ഉസ്താദുമാരുടെ കൂടെ ചരിത്ര പ്രദേശങ്ങൾ. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗമായി കിടന്നതായ സ്ഥലം, മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനാ പർവ്വതം, അള്ളാഹുമായിട്ട് സംസാരിച്ച തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥം അള്ളാഹു തആല ഇറക്കി കൊടുത്ത തൂരി സീനാ പർവ്വതം, ഇങ്ങനെയൊക്കെയുള്ള
ഒരുപാട് ചരിത്ര ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര നമ്മുടെ കേരളത്തിലെ പല ഉസ്താദുമാരും കൊണ്ടുപോവാറുണ്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. നബിതങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ച് പിന്നീട് അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് ഉയർന്ന ഒരു സ്ഥലം ഇന്നും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊരു പാറയുടെ മുകളിലാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തെ കെട്ടിയിട്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. എന്തോ ആവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും അവിടെ നിന്ന് യാത്ര പോവുകയാണ്. യാത്ര ഇങ്ങനെ പോകുമ്പോൾ 1-ാമത്തെ ആകാശത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ സ്വീകരിക്കാനെത്തുന്നത് ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് നബിതങ്ങൾ നിസ്കരിച്ചപ്പോ ആ നിസ്കാരത്തിലും നിസ്കാരത്തിൽ നബിതങ്ങളുടെ മൗമൂമിങ്ങളായി നിന്ന പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകരാണ് ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. അതേ ആദം നബി അലൈഹിസ്സലാം അതാ 1-ാം ആകാശത്തിന്റെ മുകളിലെത്തിയപ്പോൾ നബിതങ്ങളെ സ്വീകരിക്കുകയാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഫഇദാ അന ബി ആദമ, ഞാൻ നബി അലൈഹിസ്സലാമാണ്. ഫഖാല, എന്നിട്ട് നബിയോട് പറയാണ്, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹി വൻ നബി സ്വാലിഹ്, മർഹബൻ ബിബ്നി സ്വാലിഹ്. ഞാൻ ആദം നബി തങ്ങൾ പറയുന്നു, ഞാൻ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ആദം അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, സൽഗുണമുള്ള മകനെ, സൽഗുണമുള്ള നബിയെ, അങ്ങേക്ക് സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം. 1-ാമത്തെ ആകാശത്തില് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലുണ്ട്, നിസ്കരിക്കാൻ മസ്ജിദുൽ അഖ്സയിൽ. ഇതൊക്കെ വെറുതെ പറയല്ല, ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. 1-ാമത്തെ ആകാശത്തിലെത്തുമ്പോ ഇവിടെയും ആദം നബി അലൈഹിസ്സലാം കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി നബി തങ്ങളോട് സംസാരിച്ചു. വീണ്ടും അവർ യാത്ര പോവുകയാണ്. 2-ാമത്തെ ആകാശത്തിലെത്തിയതിന്റെ കവാടങ്ങൾ തുറന്നപ്പോൾ അവിടെ അതാ 2 പ്രവാചകന്മാരുണ്ട്. ഫഇദാ അന ബി യഹ്യാ വ ഈസാ, നബി തങ്ങൾ പറയുന്നു, അവിടെ ഞാൻ യഹ്യാ നബിയെയും ഈസാ നബിയെയും കണ്ടു 2-ാമത്തെ ആകാശത്തിൽ. ഫഖാല, അവർ 2 പേരും എന്നോട് പറഞ്ഞു, മർഹബൻ ബിൽ അഖി സ്വാലിഹി വൻ നബി സ്വാലിഹ്, സൽഗുണമുള്ള സഹോദരനെ, സൽഗുണമുള്ള നബിയെ, അങ്ങേക്ക് സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് 2-ാമത്തെ ആകാശത്തിൽ ഈസാ നബിയും യഹ്യാ നബിയും എന്നെ സ്വീകരിച്ചു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവങ്ങൾ ഒരുപാടുണ്ട്, ചരിത്രങ്ങൾ പറയുന്നത് നമ്മളെ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ കഴിയാത്തതാണ്. മറ്റൊരവസരത്തിൽ വിശാലമായിട്ട് പറയാം. ഞാൻ ചുരുക്കി പോവട്ടെ. അങ്ങനെ 2-ാമത്തെ ആകാശം കഴിഞ്ഞ് 3-ാമത്തെ ആകാശത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ യഥാ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. നബി തങ്ങൾ പറയാണ്, ഫഇദാ നബി യൂസുഫ, 3-ാം ആകാശത്തിലെത്തിയപ്പോൾ ഞാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. വഇദാ ഹുവ ഖദ് ഊതിയ ശത്റുൽ ഹുസ്നി, ഭംഗിയുടെ പകുതി അല്ലാഹു തആല കൊടുത്തിരിക്കുന്നു യൂസുഫ് നബിക്ക്. നബി തങ്ങൾ യൂസുഫ് നബിയുടെ ഭംഗി അവിടെ വിശദീകരിക്കുകയാണ്. യൂസുഫിനെ കണ്ടു ഞാൻ 3-ാം ആകാശത്ത്, ഭംഗിയുടെ പകുതി കൊടുത്തിരിക്കുന്നു അല്ലാഹു ആ പ്രവാചകന്. ഫഖാല, യൂസുഫ് എന്നോട് പറഞ്ഞു, മർഹബൻ ബിൽ അഖി സ്വാലിഹി വൻ നബി സ്വാലിഹ്, സൽഗുണമുള്ള സഹോദരനെ, സൽഗുണമുള്ള നബിയെ, സ്വാലിഹായിട്ടുള്ള നബിയെ, അങ്ങേക്ക് സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം. ഇമാം സ്വഹീഹ് മുസ്ലിമിലൂടെ വളരെ വിശാലമായി ഉദ്ധരിക്കുന്ന ഹദീസാണിത്. കുറെ കുശലാന്വേഷണങ്ങൾ നടത്തി സംസാരിച്ചു. വീണ്ടും നബിതങ്ങളും അതാ ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ യാത്ര പോവുകയാണ്. 4-ാമത്തെ ആകാശത്തിലെത്തിയപ്പോ സുമ്മ റഫഅതു, നബിതങ്ങൾ പറയാണ്, സുമ്മ റഫഅതു ഇല സമാഇ റാബിഅ, 4-ാമത്തെ ആകാശത്തിലേക്ക് എന്നെ ഉയർത്തപ്പെട്ടു. ഫഇദാ അന ബി ഇദ്രീസ്, അവിടെ ഞാൻ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇദ്രീസ് നബി എവിടെയുണ്ട്? ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിച്ചപ്പോൾ കൂടെയുണ്ട്. അതേ ഇദ്രീസ് നബി അതാ 4-ാം ആകാശത്തിലുമുണ്ട്. ഫഖാല, ഇദ്രീസ് നബി അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, മർഹബൻ ബിൽ അഖി സ്വാലിഹി വൻ നബി സ്വാലിഹ്, സൽഗുണമുള്ള സഹോദരനെ, സ്വാലിഹായിട്ടുള്ള നബിയെ, അങ്ങേക്ക് സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം. 4-ാമത്തെ ആ ആകാശത്തിലും നബിതങ്ങൾക്ക് സ്വാഗതമരുളി. നബിതങ്ങളുടെ ഒരു പ്രവാചകന്റെ നേതൃത്വത്തിൽ
സത്യത്തിൽ ഈ ആകാശങ്ങളിലൊന്നും പ്രവാചകന്മാര് മാത്രമല്ല, ഒരുപാട് മലക്കുകളും ഉണ്ട്. അതൊന്നും ഞാൻ വിശദീകരിക്കാഞ്ഞിട്ടാണ്. മലക്കുകളുടെ അകമ്പടിയോടുകൂടെ പ്രവാചകർ മുന്നിൽ നിന്നുകൊണ്ടാണ് നബി തങ്ങളെ സ്വീകരിക്കുന്നത് ഓരോ ആകാശങ്ങളിലും. അങ്ങനെ 5-ാമത്തെ ആകാശങ്ങളിലെത്തി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, സുമ്മ ഇല സമാഇൽ ഖാമിസ, അങ്ങനെ ഞാൻ 5-ാമത്തെ ആകാശത്തിലേക്ക് എത്തി. ഫഇദാ അന ബി ഹാറൂൻ അലൈഹിസ്സലാം, അവിടെ അതാ ഹാറൂൻ നബി അലൈഹിസ്സലാം നിൽക്കുന്നു. ഫഖാല മർഹബൻ ബിൽ അഖി സ്വാലിഹി വൻ നബി സ്വാലിഹ്, സൽഗുണമുള്ള നബിയേ, സ്വാലിഹായിട്ടുള്ള നബിയേ, അങ്ങേക്ക് സ്വാഗതം വന്നാലും ഇങ്ങോട്ട് വന്നാലും എന്ന് പറഞ്ഞ് ഹാറൂൻ നബി എന്നെ സ്വാഗതം ചെയ്തു. അവിടെ കുശലാന്വേഷണങ്ങൾ നടത്തി വീണ്ടും പോവുകയാണ്. നബി തങ്ങൾ പറയുന്നു, ഫലമ്മാ ജാവസുദുഹു ബക്കാ, 6-ാമത്തെ ആകാശത്തിലെത്തി. അവിടെ അതാ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അവിടെ ഇരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ ഫഖാല ഫലമ്മാ ജാവസതുഹു ബക്കാ, മൂസാ നബിയെ ഞാൻ ഇങ്ങ് വിട്ടുകടന്നപ്പോ, ഞാൻ അങ്ങ് നടന്നു പോകുമ്പോ മൂസാ നബി അതാ കരയുകയാണ്. ഫഖീല ലഹു, മൂസാ നബിയോട് ചോദിക്കപ്പെട്ടു, മാ യുബ്കീക, എന്തിനാണ് മൂസാ നബിയെ അങ്ങ് കരയുന്നത്? ഖാല, അപ്പൊ മൂസാ നബി പറയുകയാണ്, അബ്കീലി അന്ന ഗുലാമൻ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി അക്സറു മിമ്മൻ യദ്ഖുലു മിൻ ഉമ്മതി. മൂസാ നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് കരയുന്നു എന്നതിനുള്ള മറുപടി പറയുകയാണ്, എന്റെ ശേഷം നിയോഗിക്കപ്പെട്ട ഈ യുവാവിന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്റെ ഉമ്മത്തിലേതിനേക്കാൾ കൂടുതലാണ്. എന്റെ ഉമ്മത്ത് സ്വർഗത്തിൽ കടക്കുന്നതിനേക്കാൾ കൂടുതലായി ഈ പോകുന്ന ചെറുപ്പക്കാരന്റെ പ്രവാചകന്റെ അനുയായികൾ സ്വർഗത്തിൽ പോകുമല്ലോ, പോകുന്നുണ്ട്. അതോർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. ഇത് മൂസാ നബിക്ക് അസൂയ കൊണ്ടല്ല, വിഷമം കൊണ്ടല്ല, തന്റെ അനുയായികൾ അങ്ങനെ സ്വർഗത്തിൽ പോയില്ലല്ലോ എന്ന സങ്കടം കൊണ്ടും തന്റെ അനുയായികളോടുള്ള സ്നേഹം കൊണ്ടുമാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടിയുടെ കൂടെ പഠിച്ച ഒരാൾ ഉന്നത മാർക്ക് ലഭിക്കുമ്പോ എന്റെ കുഞ്ഞിനും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരാശ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാ കുട്ടിക്ക് കിട്ടിയത് കൊണ്ടുള്ള അസൂയയല്ല, വെറുപ്പല്ല. എന്റെ ഉമ്മത്ത്, എന്റെ മോൻ അങ്ങനെയായില്ലല്ലോ എന്ന സങ്കടമാണ്. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം കരഞ്ഞുപോയി. വീണ്ടും അവിടെ സംസാരിച്ചു മൂസാ നബിയോട്. ആ സംസാരമെല്ലാം കഴിഞ്ഞ് വീണ്ടും അതാ ആകാശങ്ങളിലേക്ക് പോവുകയാണ്. 7-ാമത്തെ ആകാശങ്ങളിലേക്ക് പോയി. ഫഇദാ നബി ഇബ്രാഹിം, 7-ാം ആകാശത്തിലേക്കുമ്പോഴോ അവിടെ ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുസ്നിദൻ ലഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ എന്ന ആ ഒരു പള്ളിയേക്ക് പുറം ചായ്ച്ച് നിൽക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 7-ാം ആകാശത്തുള്ള ഒരു പള്ളിയുടെ പേരാണ് ബൈത്തുൽ മഅമൂർ. അത് വിശാലമായിട്ടുള്ള ഒരു പള്ളി. ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം അതിന്റെ വിശാലത. എല്ലാ ദിവസവും 70,000 മലക്കുകൾ ആ ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കും. ആ പ്രവേശിക്കുന്ന മലക്കുകളൊന്നും പിന്നീട് പുറത്തിറങ്ങാറില്ല. അങ്ങനെ എല്ലാ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിച്ച് അതിന്റെ ഉള്ളിൽ കയറി ഇബാദത്ത് ചെയ്യുന്ന വിശാലമായ ഒരു പള്ളിയുണ്ട്, ഒരു നിർമ്മിതിയുണ്ട് 7-ാം ആകാശത്ത്. അതിലേക്ക് ഇങ്ങനെ പുറംതിരിഞ്ഞ് അതിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ഇബ്രാഹിം നബി. ഫഖാല, ഇബ്രാഹിം നബി നബിതങ്ങളെ കണ്ടപ്പോൾ നബിയോട് പറയുകയാണ്, മർഹബൻ ബിൽ ഇബ്നി സ്വാലിഹി വൻ നബി സ്വാലിഹ്, സൽഗുണമുള്ള നബിയെ, സൽഗുണമുള്ള പ്രവാചകരെ, അങ്ങേക്ക് സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് 7-ാം ആകാശത്തിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിതങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. 7 ആകാശങ്ങളിലേക്കുമെത്തി. പിന്നെയും യാത്ര പോവുകയാണ് നബിതങ്ങൾ. ഇതൊക്കെ ഒരു രാത്രിയാണെന്ന് ഓർക്കണം. പിന്നെയും ജിബ്രീൽ അലൈഹിസ്സലാമുമായി യാത്ര പോകുന്നു. കുറെ അങ്ങോട്ട് എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൂർണ്ണമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. 2 പ്രാവശ്യമാണ് നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പൂർണ്ണ രൂപത്തിൽ കണ്ടിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം
അലൈഹിസ്സലാം പലപ്പോഴും മനുഷ്യരൂപത്തിൽ വരാറുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല കാണാൻ അഴകുള്ള ഒരു യുവാവിന്റെ രൂപത്തിൽ സ്വഹാബികളൊക്കെ നിൽക്കുന്ന സമയത്ത് നബി തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട് മനുഷ്യരൂപത്തിൽ. എന്നാൽ തനതായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപമുണ്ട്. 600 ചിറകുകളുള്ള ഒരു രൂപം, 600 ചിറകുകളുള്ള വിശാലമായിട്ടുള്ള ഒരു രൂപം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ രൂപം. അതാണ് 2 രൂപത്തിൽ 2 പ്രാവശ്യം നബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട്. ഒന്നാമത് കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആൻ അവതരിച്ച ശേഷം നബി തങ്ങളെ പ്രവാചകരായി അംഗീകരിച്ചു, നബി തങ്ങളെ നബിയാക്കി പ്രഖ്യാപിച്ചു. ഇങ്ങനെ കുറച്ചു കാലം നിന്നപ്പോ പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളടുക്ക് കുറച്ചു കാലത്തേക്ക് വന്നില്ല. ഒരിട്ടും നബി തങ്ങളെ കാണാനും വന്നില്ല. ഈ ഒന്നാമത്തെ വഹിയായ ഇഖ്റാ ബിസ്മി ഇറക്കി കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പോയി. പിന്നെ ഒരു വിവരമില്ല. കുറച്ചു നാളത്തേക്ക്, കുറച്ച് മാസങ്ങളിലേക്ക്. അപ്പൊ നബി തങ്ങളുടെ മനസ്സിൽ അതിയായ ഒരാഗ്രഹം, ഒരു പ്രാവശ്യം കൂടെ ജിബ്രീലിനെ ഒന്ന് കണ്ടെങ്കിൽ. ആദ്യം വന്നത് പരിപൂർണ രീതിയിലല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി തങ്ങൾ കണ്ടു പൂർണ്ണമായ രൂപത്തിൽ. 600 ചിറകുകളുമായി അന്തരീക്ഷത്തിൽ വായുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. നബി തങ്ങൾ കണ്ടപ്പോൾ തന്നെ പേടിച്ചു പോയി എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. ഇത് ഒന്നാമത്തെ പ്രാവശ്യം കണ്ടതാണ്. രണ്ടാമത്തെ പ്രാവശ്യം നബി തങ്ങൾ അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ പോവുകയാണ്. 7 ആകാശങ്ങളുടെ അപ്പുറത്തേക്ക് പോയി. സൂറത്തുൻ നജ്മിലൂടെ അല്ലാഹു തആല ഇത് വിശദീകരിക്കുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പൂർണ്ണ രൂപത്തിൽ മറ്റൊരു പ്രാവശ്യം നബി തങ്ങൾ കണ്ടു. അത് സിദ്റത്തുൽ മുൻതഹായുടെ അടുത്ത് വെച്ചാണ്. ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത് അത് സ്വർഗത്തിന്റെ അടുത്തുള്ള ഒരു വൃക്ഷമാണ്. ഏതാണ് ആ വൃക്ഷം, അതിന്റെ രീതി എങ്ങനെ, ശൈലി എങ്ങനെ, അതൊന്നും അറിയൂല. ഖുർആനിൽ അത്രയേ ഉള്ളൂ അതിനെ കുറിച്ച്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. ഇലന്തമരം എന്നാണ് അതിന് ഹദീസുകളിലൊക്കെ പറയുന്നതായ നാമം. അതിന്റെ അർത്ഥം, സിദ്റത്തുൽ മുൻതഹയുടെ അർത്ഥം ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇലന്തമരം എന്നാണ്. എന്ത് മരമാണെന്നറിഞ്ഞുകൂടാ. എന്നാൽ ചില ഹദീസുകളിലൊക്കെ അതിന്റെ പഴങ്ങളെ കുറിച്ചും അതിന്റെ ഇലകളെ കുറിച്ചും ഒക്കെ നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആനയുടെ ചെവി പോലുള്ള വിശാലമായിട്ടുള്ള ഇലകളുള്ള ഒരു വൃക്ഷമാണ് ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു സൃഷ്ടികൾക്കും പ്രവേശനമില്ല. അങ്ങനെയും ചില റിപ്പോർട്ടുകളുണ്ട്. അവിടെ വരെയുള്ള മലക്കുകളിൽ ഏറ്റവും പ്രഗത്ഭനായ എല്ലാ സ്ഥലത്തേക്കും അല്ലാഹു തആല കയറി ചെല്ലാൻ അനുവാദം കൊടുത്ത ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രവേശനമില്ലാത്ത ഒരു ഇടം. അവിടെ എത്തി നബി തങ്ങൾ പറയാണ്, നബിയെ, നബി തങ്ങളോട് ജിബ്രീൽ പറയുകയാണ് അലൈഹിസ്സലാം, നബിയെ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വന്നാൽ ഞാൻ ചുട്ട് ചാമ്പലായി പോവും, ഞാൻ കത്തിക്കരിഞ്ഞു പോകും. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെ പ്രത്യേകമായി അല്ലാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് യാത്ര അയക്കുന്ന ആ ഒരു രംഗത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ആ സംഭാഷണത്തെ കുറിച്ച് പറയുന്ന കവിതയാണിത്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇനി അങ്ങ് സ്വന്തമായിട്ട് പോകുക അല്ലാഹുവിന്റെ അടുക്കലേക്ക്. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ കാണുന്നതിന് വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് യാത്ര പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെച്ച് അല്ലാഹു തആലയുമായി സംഗമിച്ചു, അല്ലാഹു തആലയുമായി സംസാരിച്ചു. നബി തങ്ങൾ ആദ്യമായി അല്ലാഹുവിനോട് പറഞ്ഞത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന് അല്ലാഹുവിനോട് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു
എന്നതാണ്. അതാണ് നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലാറുള്ളത്. ഓരോ നിസ്കാരവും അല്ലാഹുവിലേക്കുള്ള നമ്മുടെ മിഅ്റാജ് ആവണം. അല്ലാഹുവിലേക്കുള്ള മിഅ്റാജാണ് നിസ്കാരം. അത്തഹിയാത്തിൽ ഇത് ചൊല്ലുന്നത് അല്ലാഹുവിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. അല്ലാഹു നമ്മളോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അവിടുന്ന് അല്ലാഹുവും നബി തങ്ങളും സംസാരിച്ചു. തിരിച്ചു പോരുന്ന സമയത്ത് കൊടുത്തതാണ് 5 വഖ്ത് നിസ്കാരം. മടങ്ങി പോരുമ്പോ 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്, ഒന്നും ചോദിച്ചില്ല. 6-ാം ആകാശത്തിലെത്തിയപ്പോഴോ മൂസാ നബി അലൈഹിസ്സലാം അവിടെയുണ്ട്. നബി തങ്ങൾ ഇങ്ങനെ പോകുമ്പോ പുറകിൽ നിന്ന് വിളിച്ചു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്ക് എന്താണ് കിട്ടിയത്? ഇവിടെ ചില മഹാന്മാര് പഠിപ്പിക്കുന്നത്, ഓരോ പ്രവാചകന്മാരും തിരിച്ചു പോരുമ്പോഴും നബിയെ കണ്ടു. അവരാരും എന്ത് കിട്ടി എന്ന് ചോദിച്ചില്ല നബിയോട്. അള്ളാനെ കാണാൻ പോയതല്ലേ, തിരിച്ചു പോരുമ്പോ എന്താ കിട്ടി എന്ന് ചോദിച്ചില്ല. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താ കിട്ടിയെന്ന് ചോദിച്ചു. 50 വഖ്ത് നിസ്കാരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൂസാ നബി പറഞ്ഞു, നബിയെ, നിങ്ങളെ ഉമ്മത്തിനെ കൊണ്ട് അത് കഴിയില്ല, അത് അള്ളാഹുവിനോട് ചുരുക്കി തരാൻ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ 5 പ്രാവശ്യം 5 കൂടെ ചുരുക്കി 45 ആക്കി. അതും കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നതാണ് ചരിത്രം പറയുന്നത്. അത് കഴിഞ്ഞ് 5 വഖ്ത് നിസ്കാരം അല്ലാഹു തആല നബി തങ്ങൾക്ക് ഫർളാക്കി. 5 വഖ്താണെങ്കിലും 50 വഖ്ത്തിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല അതിനക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കാനുള്ള കാരണം? അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ ചില പണ്ഡിതന്മാർ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസിലാണ് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. നബിതങ്ങൾ ആ യാത്ര പോകുന്നതിന്റെ മുമ്പ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്താണ് നബി തങ്ങൾ യാത്ര പോയത്. അപ്പൊ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് പോയ ഈ യാത്ര അത് നഷ്ടമുള്ള യാത്രയാവാൻ പാടില്ല, അത് നല്ല ലാഭമുള്ള യാത്രയാവണം. ആ യാത്ര കൊണ്ട് നബി തങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാട് മൂസാ നബി അലൈഹിസ്സലാമിനുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകരൊന്നും എന്ത് കിട്ടി എന്ന് ചോദിക്കാതെ മൂസാ നബി തന്നെ ചോദിക്കുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ 5ആയി ചുരുക്കി കൊടുക്കാൻ വേണ്ടി നബി തങ്ങളോട് നിർദ്ദേശിച്ചതും എന്നാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ സ്വാലിഹികളായ ആളുകളുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതി ദുആ ചെയ്തുകൊണ്ടടങ്ങുക. ഇതൊക്കെ നമ്മളെ ഒരു പതിവ് തന്നെയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ സുന്നികളായ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പുരതാമസാവട്ടെ, ഒരു ഉംറക്ക് പോവാവട്ടെ, ഒരു ഹജ്ജിന് പോവാവട്ടെ, ഇതൊക്കെ നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു അദബാണ്, ഒരു മര്യാദയാണ്. ഉസ്താദിനെ ആരെങ്കിലൊക്കെ വിളിച്ച് ഒരു ഫാത്തിഹ ഓതും. ആരുടെ പേരാ ഫാത്തിഹ ഓതുന്നത്? നബി തങ്ങളുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ ഒക്കെ ഒരു ഫാത്തിഹ ഓതി അവർക്ക് ഹദിയ ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പൊ യാത്രകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കൾക്ക് കൊടുത്തതായ ഒരു പ്രത്യേകമായ പദവിയാണ് ഈ മൂസാ നബി അലൈഹിസ്സലാം നബി തങ്ങൾക്ക് ഒരു സഹായം ചെയ്തതുപോലെയുള്ള ആത്മീയമായിട്ടുള്ള ഒരു സഹായം അല്ലാഹു തആല നമുക്ക് തരും. ആഫത്തുകളിൽ നിന്നുള്ള ഒരു തടയൽ, പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു തടയൽ ആ യാത്രയിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് മുൻഗാമികളായ നമ്മുടെ ഉസ്താദുമാരെ, ആലിമീങ്ങൾ ഇങ്ങനെ ഒരു ശൈലി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വഖ്ത് നിസ്കാരങ്ങളുമായി മക്കയിലേക്ക് വന്നു. ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഇവിടെ. ഈ യാത്രയിൽ നബി തങ്ങൾ സ്വർഗ്ഗങ്ങളെ കണ്ടിട്ടുണ്ട്, നരകത്തെ കണ്ടിട്ടുണ്ട്. ഖുർആൻ നേരത്തെ പറഞ്ഞില്ലേ എന്തിനാണ് നബി തങ്ങളെ കൊണ്ടുപോകുന്നതെന്ന്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ. ദൃഷ്ടാന്തമല്ലേ ഇത്? മൂസാ നബി അലൈഹിസ്സലാം ഫലസ്തീനിലുണ്ട്, അതേ മൂസാ നബി 6-ാം ആകാശങ്ങളിലുണ്ട്, അതേ ഫലസ്തീനിൽ ആദം നബി അലൈഹിസ്സലാം ഉണ്ട്, അതേ ആദം നബി 1-ാമത്തെ ആകാശത്തിലുണ്ട്. അത്ഭുതങ്ങളുടെ ഒരുപാട് ലോകങ്ങൾ, സ്വർഗ്ഗങ്ങൾ, നരകങ്ങൾ, അവിടെയുള്ള ശിക്ഷകൾ, സിദ്റത്തുൽ മുൻതഹ, അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പൂർണ്ണമായ രൂപം ഒരു സൃഷ്ടിയും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അല്ലാഹുവിനെ കണ്ടു. അല്ലാഹുവിന്റെ ഹബീബ് ലിനുരിയഹു മിൻ ആയാതിനാ. ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹ് പറയുന്നു
നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ, അടയാളങ്ങളെ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപോയ യാത്രയാണ്. യാത്ര കഴിഞ്ഞ് നബി തങ്ങൾ അതേ രാത്രിയിൽ തന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി. അന്നത്തെ ആളുകളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടുന്ന് 7 ആകാശങ്ങളിലേക്ക് പോയി, അള്ളാഹുവിനെ കണ്ടു, 5 വക്ത് നിസ്കാരം എനിക്ക് ഫറലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളോട് പറഞ്ഞപ്പോ ജനങ്ങൾ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നിപ്പോ നമുക്ക് മണിക്കൂറുകളെ കൊണ്ട് ഇന്നിപ്പോ അമേരിക്കയിലേക്ക് എത്താൻ പറ്റും. അത്രയും സ്പീഡുള്ള വാഹനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അന്നത്തെ ഏറ്റവും ടോപ്പ് വാഹനം കുതിരയാണ്. കുതിരപ്പുറത്ത് മക്കയിൽ നിന്നും ഫലസ്തീനിലേക്ക് പോകണമെങ്കിൽ തന്നെ ദിവസങ്ങൾ എടുക്കും. അവിടെ ഒരു രാത്രി പോയി, അതെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 7 ആകാശങ്ങളിലേക്ക് പോയി. പരിഹസിച്ചുകൊണ്ട് ചിരിച്ച് നബിതങ്ങളെ ഒന്നുമല്ലാതെയാക്കി. ഹദീസുകളിൽ കാണാം, നബിതങ്ങളുടെ ഈ വാർത്ത കേട്ടുകൊണ്ട് കുറച്ചാളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇത് കേട്ടിട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഈ വാർത്തകളൊക്കെ നബിതങ്ങൾ പറഞ്ഞ് ഖുറൈശികളൊക്കെ കഅബയുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ കേട്ട് നബിതങ്ങളെ പരിഹസി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലൂടെ ഇങ്ങനെ വരുന്നത്. അന്ന് സിദ്ദീഖ് എന്നുള്ള പേരില്ല, അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരികയാണ്. അപ്പൊ അബൂജഹൽ വിളിച്ചു, യാ അബൂബക്കർ തആൽ, അബൂബക്കറെ ഇങ്ങോട്ട് വാ. എന്നിട്ട് ചോദിച്ചു, നിന്റെ മുഹമ്മദ് ഇന്നലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോയി, ഇന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അവിടുന്ന് 7 ആകാശങ്ങളിലും കണ്ടു എന്നൊക്കെയാണ് നിന്റെ മുഹമ്മദ് പറയുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. അബൂജഹൽ ഇങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ നബി അങ്ങനെ പറഞ്ഞോ? അപ്പൊ സംശയം കൊണ്ടാണ് എന്നാണ് അബൂജഹൽ വിചാരിച്ചത്. അതേ, നിന്റെ നബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അബൂജഹലേ. എന്റെ നബി അങ്ങനെ പറഞ്ഞോ എങ്കിൽ അത് സത്യമാണ്. ഈ വാർത്ത നബിതങ്ങളോട് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, ഇന്ന് മുതൽ നീ സിദ്ദീഖാൻ. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെളിവും കൂടാതെ, ഒരു തെളിവും കൊടുക്കാതെ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആൾ, അത്രയും ഈമാൻ ഉള്ളവർക്കേ അത് കഴിയുകയുള്ളൂ. അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖായത്, സത്യവാൻ. എന്ത് പറഞ്ഞാലും നബിതങ്ങൾ എന്ത് പറഞ്ഞാലും അത് സത്യമാക്കുന്ന ആൾ, അത് വിശ്വസിക്കുന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു. അബൂജഹൽ വിട്ടില്ല. ഇവിടെ മുഹമ്മദിനെ നമുക്ക് പൊളിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ തിട്ടൂരമിറക്കി, ഖുറൈശികളെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി വരുന്ന ഒരുപാട് ആളുകളുണ്ട്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് നബിയെയും വിളിച്ചു വരുത്തി. എന്നിട്ട് നബിയോട് ചോദിക്കുകയാണ്, നീ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്നല്ലേ പറഞ്ഞത്? എവിടെയാണ് അതിന്റെ ഹൗലുള്ളത്? അതിന്റെ മുൻവശത്ത് എത്ര കവാടങ്ങളുണ്ട്? അതിന് എത്ര ഡോറുകളുണ്ട്? ഇങ്ങനെ അതിന്റെ ഓരോ വിശേഷണങ്ങൾ നബിതങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പെട്ടുപോകൂലേ? നിങ്ങളൊന്ന് പറ, ചളിക്കവട്ടം നമ്മുടെ ഈ പള്ളിയുടെ മുകളിൽ എത്ര ജനലുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കൊക്കെ കാണാൻ കഴിയും? നമ്മൾ എത്ര കാലമായി പള്ളിയിൽ വരാൻ തുടങ്ങിയിട്ട്? മുകളിൽ എത്ര ജനലുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമോ? ഇത് ഒരു രാത്രി പോയത് ജനൽ എണ്ണാനാണോ? അതിന്റെ ഹൗല് ഏത് ഭാഗത്താണെന്ന് നോക്കാനാണോ? ആ പള്ളിയുടെ അതിന്റെ രൂപവും ആകൃതിയും മനസ്സിലാക്കാനാണോ? ഇതാണ് അവരുടെ ചോദ്യം ചെയ്യൽ. അബൂജഹൽ ഇങ്ങനെ ചോദിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ഞാനതാ കഅബയിലേക്കൊന്നിങ്ങനെ ചാരി നിന്നു. എന്നിട്ട് നേരെ അങ്ങോട്ട് നോക്കി, നേരെ അങ്ങോട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കി. അവർ ചോദിക്കുന്ന സമയത്തൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഗ്ലോബ് പോലെ, ഒരു ഭൂപടം പോലെ എനിക്കതാ ബൈത്തുൽ മുഖദ്ദസ് ഇങ്ങനെ തിരിച്ചിങ്ങനെ കാണിച്ചു തരും. അവർ പറയുന്ന ഇന്ന ഭാഗത്ത് എത്ര ഡോർ ഉണ്ടെന്ന്
പറയുമ്പോ കറക്റ്റായി നബി തങ്ങൾ പറയുന്നു. ഇത്ര ഭാഗത്ത് എത്ര ജനലുണ്ടെന്ന് പറയുമ്പോ അതും നബി തങ്ങൾ കറക്റ്റായി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം കറക്റ്റായി പറഞ്ഞു കൊടുത്തപ്പോഴും അവർ വിശ്വസിച്ചില്ല. എല്ലാം കറക്റ്റായപ്പോ അബൂ ജഹൽ പറഞ്ഞ ഒരു വാചകമുണ്ട്, സിഹ്റുകൽ യൗമ അളീം. മുഹമ്മദേ, ഇന്നത്തെ നിന്റെ മാരണം കൂടോത്രം സിഹർ, അത് വളരെ ഭയാനകമായിരിക്കുന്നു. അത്ഭുതം തന്നെ നിന്റെ മാരണം. വിശ്വസിച്ചില്ല. ഇത്രയും തെളിവ് കൊടുത്തിട്ടും വിശ്വസിച്ചില്ല. നബി തങ്ങൾ മുമ്പ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടില്ല എന്ന് അവർക്കറിയാം. ആ നബിയാണ് അതിന്റെ ഓരോ സ്വഭാവങ്ങളും അവർ ചോദിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോർ, ഭൂമിയതൊക്കെയും ഒരു ചുമടന്നോർ. ബഹുമാനപ്പെട്ട ഔസുല്ലാദം റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് പറയുന്ന ഭാഗത്ത് ഭൂമിയൊക്കെ ഒരു ചുമടായി, ഒരു ചവിട്ടടി കൊണ്ട് സിമ്പിളായി ഭൂമിയുടെ എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അധികാരവും അതിന്റെ കഴിവും അല്ലാഹു തആല കൊടുത്തു മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക്. അതേപോലെ നബി തങ്ങൾക്കും അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഈ ഒരു സംഭവം നടന്നത് നുബുവത്തിന്റെ 10-ാം വർഷമായിരുന്നു, നബി തങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ. ഈ സംഭവം നടന്ന വളരെ പുണ്യമുള്ള ഒരു രാത്രിയാണ് ഈ ഇന്നത്തെ റജബ് 26-ന്റെ ഈ ഒരു രാത്രി. ഈ സംഭവവുമായി ഇനി നമുക്കെന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിസ്കാരത്തിന്റെ വാർഷികമാണ്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ വാർഷികമാണ്. അതുകൊണ്ട് ഓരോ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും സഹോദരിമാരോടൊക്കെ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഇനി ഖളാ ആക്കുകയില്ല എന്ന് ഈ രാത്രി നമ്മൾ പ്രതിജ്ഞ എടുക്കുക. ഒന്നാമതായി മിഅ്റാജ് നമുക്ക് നിസ്കാരം അല്ലാഹു ഗിഫ്റ്റായിട്ട് തന്ന രാത്രിയാണല്ലോ. ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ നിസ്കാരം ഖളാ ആക്കുകയില്ല എന്ന് ഉറപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരം അതിന്റെ മഹത്വം ജുമുഅക്ക് ഞാൻ സൂചിപ്പിച്ചു. ഒരാളുടെ വീടിന്റെ അരികിലൂടെ സുന്ദരമായ ശുദ്ധമായ ഒരു പുഴ ഒഴുകുന്നു. അതിൽ 5 പ്രാവശ്യം ഒരാൾ കുളിക്കുന്നു എങ്കിൽ അയാളുടെ ശരീരത്തിൽ ഒരു അഴുക്കും ശേഷിക്കാത്തതുപോലെ 5 നേരം കറക്റ്റായി നിസ്കരിക്കേണ്ട ക്രമപ്രകാരം ഒരാൾ നിസ്കരിച്ചാൽ അവൻ പാപങ്ങളിൽ നിന്ന് മുക്തനായിരിക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്ത് നമുക്ക് കൊണ്ടുതന്ന ഈ ഒരു രാത്രിയെ മാനിച്ചുകൊണ്ട് നാളത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുക, അതും പുണ്യമുള്ളതാണ്. പിന്നെ ജുമുഅക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു നോമ്പില്ല, അങ്ങനെ നോമ്പ് പിടിക്കാൻ പാടില്ല, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പ്രസംഗിക്കാറുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു കിതാബിൽ നാളത്തെ നോമ്പിനെ കുറിച്ച് പറയുന്നതായ ഒരു ഹദീസ്, മൻ സ്വാമ 27 മിൻ റജബിൻ കതബല്ലാഹു ലഹു 60 ശഹ്റ. റജബ് 27-ന്റെ അന്നത്തെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ 6 മാസം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലം അവനിക്ക് ലഭിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഇതൊരു ഹദീസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, റജബ് 27-ന്റെ അന്നത്തെ നോമ്പ് എന്ന് പറയുന്നത് ആ നോമ്പുമായി ബന്ധപ്പെട്ട നേരത്തെ ഞാൻ വായിച്ച ഹദീസ് അടക്കം അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ലഈഫ് ആണെങ്കിലും, ലഈഫ് എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാർ ബലഹീനരാണെങ്കിലും അതിൽ പറയുന്ന കാര്യം നല്ല കാര്യമായതുകൊണ്ട് അത് വെച്ച് നമുക്ക് അമൽ ചെയ്യാം, പ്രവർത്തിക്കാം. ഇതാണ് ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ റജബ് 27-ന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നത്. അന്നത്തെ നോമ്പിന് 6 മാസക്കാലം നോമ്പ് അനുഷ്ഠിച്ച പ്രതിഫലമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത ആളിൽ ചില വിശ്വാസക്കുറവുണ്ട്, അതാണ് ലഈഫ്. അങ്ങനെയുള്ള ഹദീസാണ് അതെങ്കിലും അതിൽ പറയുന്ന കാര്യം നോമ്പ് പിടിക്കാനല്ലേ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് ലഈഫായ ഹദീസ് അനുസരിച്ചും അവിടെ അമൽ ചെയ്യാം എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു.
ഈ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ നോമ്പ് അനുഷ്ഠിക്കുന്നത്. എന്നാ പിന്നെ നോമ്പ് വേണ്ട എന്ന അഭിപ്രായമുള്ള ആളുകൾ പിടിക്കുന്ന ആളുകൾ നമുക്കുള്ളതായ ന്യായങ്ങൾ ഇന്നതൊക്കെയാണ്. ഇത് പ്രകാരമാണ് നമ്മൾ അത് അനുഷ്ഠിക്കുന്നത്. അത് പ്രകാരം ഇൻഷാ അല്ലാഹ് നാളെയാണ് ആ നോമ്പ്. പറ്റാവുന്ന ആളുകളൊക്കെ അനുഷ്ഠിക്കാൻ പറ്റുന്നവര് നോമ്പ് പിടിക്കാൻ ശ്രമിക്കുക. ഇന്ന് നിയ്യത്ത് വെച്ച് ഇന്ന് ഇടയത്താഴം സുബയുടെ മുമ്പ് എണീറ്റ് ഇടയത്താഴം കഴിച്ച് നാളത്തെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നാളെ നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് ചെയ്യുക. ഇനി സഹോദരിമാര് സഹോദരങ്ങളൊക്കെ കഴിഞ്ഞ റമളാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടുന്നു എന്നുള്ള ഉദ്ദേശവും ഖളാ വീട്ടുന്നു എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മൾ അതോടുകൂടെ വെക്കുകയാണെങ്കിൽ അത് ഖളാ വീടുകയും ചെയ്യും. നാളത്തെ ആ ഒരു പ്രതിഫലത്തിൽ നമ്മൾ പങ്കാളികളാവുകയും ചെയ്യും. പറ്റാവുന്ന ആളുകൾക്ക് അത് ചെയ്യുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഈ മൗലീദിലേക്ക് ഒരു സഹോദരൻ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ മരണപ്പെട്ടുപോയ ഭാര്യ മാതാവിന്റെ പരലോക നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല അതെല്ലാം കബൂലാക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാര്, മറ്റു ബന്ധുമിത്രാദികൾ, അവരുടെ വാപ്പ ഉമ്മ, അവരുടെ അർവാഹിലേക്ക് അല്ലാഹു തആല ഈ സ്വതക്കയുടെ പ്രതിഫലം എത്തിച്ചു നൽകുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇതിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവന്നതായ ആളുകൾ, ഇതിനോട് സഹകരിച്ച ആളുകൾ, ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ ഇതിനോട് സഹകരിക്കുന്ന ആളുകൾ, അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. قال ابن إسحاق لما كان اليوم السابع ذبح عنه جده عبد المطلب وقام بأمره كما يجب ودعا قريشا وطعمهم وأكرمهم. فلما أكلوا قالوا يا عبد المطلب ما سميت ابنك؟ قال سميته محمدا. فقالوا قد رغبت عن أسماء آبائك. قال أردت أن يحمده من للغبراء محمدا سموا نبي الهدى وهو أحق الناس بالحمد. صلى عليه الله ما أشرقت شمس الضحى في ذلك السعد. فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة ولم تشكر إلا وقد أشرق في بيتها النور وعمها الفرح والسرور وأقبلت الملائكة والحور وعف حجرتها أنواع الطيور وهي تسمع لازدحامهم واحتفالهم بقدوم الحبيب حمسا. وكيف لا وسيد العالمين في بيتها أمسا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد. يا ربي صل وسلم. إن بيتا أنت ساكنه ليس محتاجا إلى السرج. صل رب العالمين على سيد الكونين والسرج. وجهك والله حجتنا يوم يأتي الناس بالحجج. صل رب العالمين على سيد الكونين والسرج. ومريضا أنت زائره قد أتاه الله بالفرج. صل رب العالمين على سيد الكونين والسرج. فزمن قد كنت بغيته
وسما في أرفع الدرج صل رب العالمين على سيد الكونين والسرج بادلا في الحب مهجته سميحا بالروح والمهج صل رب العالمين على سيد الكونين والسرج يا كريم الجود راحته فكفيت البحر واللجج صل رب العالمين على سيد الكونين والسرج أنت منجينا من الحرق من الله بالنار والأجج الله الله ما شاء الله لا قوة إلا بالله ذنبنا ما هي يمنعنا من ظروف الدمع والعجج الله الله ما شاء الله لا قوة إلا بالله حبكم في قلبنا محو من رائن الذنب والحرج الله الله ما شاء الله لا قوة إلا بالله سبكم والله لم يخب لكمال الحسن والبهج الله الله ما شاء الله إلا بالله سبكم والله لم يخب لكمال الحسن والبهج الله الله ما شاء الله إننا نرجو لشافعنا لصلاح الدين والنهج الله الله ما شاء الله لا قوة إلا بالله وهو نجانا من البلوى طيبه في العالم الأرج الله الله ما شاء الله لا قوة إلا بالله ربي وارزقنا زيارته قبل قبض الروح والخرج الله الله ما شاء الله لا قوة إلا بالله صلي يا ربي على الهادي لسبيل الحق والفرج الله الله ما شاء الله لا قوة إلا بالله. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد
അർഹമുറാഹിമീനായ അൽ മൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളിവിടെ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ നീ കാണിച്ചു കൊടുത്ത ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കാനുള്ള ഒരു ഗിഫ്റ്റ് നിന്റെ ഹബീബിന് നീ കൊടുത്ത രാത്രിയെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ആ നിസ്കാരം കറക്റ്റായി ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പറയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് കൊണ്ടുമൊക്കെ ആഖിറം ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ പരലോകം നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നീ ഖൈറാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്ന ഒരുപാട് ആളുകൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ ആമീൻ പറയുന്ന ഓരോ ആളുകളിൽ നിന്നും മരണപ്പെട്ടു പോയവർ പല പള്ളിക്കാടുകളിലാണ്. ഞങ്ങൾ ഈ ചൊല്ലിയതിൻ്റെ എല്ലാ മിഥ്ല സവാബുകൾ അവരുടെ അർവാഹിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. നിന്റെ സ്വരോഗ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് പലഹാരം കൊണ്ടുവന്ന സഹോദരൻ എന്ത് ഉദ്ദേശത്തിലാണോ കൊണ്ടുവന്നതെങ്കിൽ അത് നീ കബൂലാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ഉമ്മയുടെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ജോലി സംബന്ധമായി, ആരോഗ്യ സംബന്ധമായി, രോഗം സംബന്ധമായി, പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവേ, വിവാഹം അന്വേഷിക്കുന്നതായ ചെറുപ്പക്കാരുടെ മക്കൾക്ക് വേണ്ടി, മകന് വേണ്ടി വിവാഹം അന്വേഷിക്കുന്നവർ, മകൾക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുന്നവർ, അല്ലാഹുവേ, യോജിച്ച ഇണകളെ എത്രയും പെട്ടെന്ന് നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, യോജിച്ച ഇണകളെ എത്രയും പെട്ടെന്ന് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് നൽകിയ ഇണകളെയും മക്കളെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടിലും അയൽപക്ക വീടുകളിലും ഞങ്ങളുടെ നാടിലും കുടുംബങ്ങളിലുമൊക്കെ നീ ഖൈറും ബറക്കത്തും പരസ്പര സ്നേഹവും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ കൈനീട്ടാതെ ഇസ്സത്തോടെ ജീവിപ്പിക്കണേ റഹ്മാനെ. അവസാനം മരണം ഖൈറാകുമ്പോൾ നീ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇബാദത്തിലായി ആഖിബത്ത് നന്നാക്കി വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.